കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു എല്ലാരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. സൂര്യനാരായണൻ ഇത്ര പെട്ടെന്നൊന്നും മരിക്കുന്ന സക്കീർ വക്കീൽ പോലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നില്ല. കാരണം ഒരു കുഴപ്പമില്ലാതാണ്, ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് നടന്ന മനുഷ്യനാണ്. എഴുന്നേറ്റ് നടക്കുന്നുള്ള കാര്യം കുറച്ചു പേർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കില് ഇങ്ങനെ ഇത് എന്ത് സംഭവിച്ചു, ഒരു പക്ഷെ പെട്ടെന്ന് മനസ്സിന് എന്തേലും വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അബിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. എന്താ ഉണ്ടായത്, സൂര്യ സാർ ഇത്ര പെട്ടെന്ന് പോകാൻ കാരണം എന്താ, മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായോ, അതുകൊണ്ടാണെന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അച്ഛനെ കണ്ടതാ, അച്ഛനോട് സംസാരിക്കുകയും ചെയ്താ. പക്ഷേങ്കിൽ ആ സമയത്തൊന്നും അച്ഛനൊരു കുഴപ്പമില്ലായിരുന്നു, അച്ഛൻ ഊർജ്ജസ്വലനായിട്ടിരുന്ന പിന്നെ വക്കീൽ സാറേ. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം സക്കീർ വക്കീലിന് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ്. ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാനായിട്ട് വഴിയില്ല. ഈ സമയം സക്കീർ ഹുസൈൻ പറഞ്ഞു, സാരമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒന്നും ചെയ്തിട്ടല്ലോ മരണം ഓരോരുത്തരെ പിടികൂടുന്നതെന്ന് പറയണം. അതാ അതിന്റെ സമയമാകുമ്പോൾ നമ്മളെ കൊണ്ടുപോകുമെന്ന് പറയണം. എന്നാലും എൻ്റെ ദൈവമാ, എൻ്റെ കൺകണ്ട ദൈവമാ പോയത്. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ട, ഒരു പക്ഷെ എന്നെ ഇത്ര കണ്ട് മനസ്സിലാക്കുന്ന ഒരാൾ ഈ ലോകത്ത് വേറെ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ തണലായിരുന്നു, ആ തണലായിരുന്നു എനിക്കിപ്പം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പറയണം. ഇത് കേട്ടത് ഒരു വിധത്തിൽ സക്കീർ ഹുസൈൻ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് തമ്പി വന്നങ്ങനെ റീത്ത് വെക്കുക. റീത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അബീനെ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. ആ നോട്ടം നോക്കുന്ന കണ്ടപ്പത്തിന് അബിക്ക് നല്ല ദേഷ്യം വന്നു. കട്ടക്കലിപ്പായി, ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ അവനുള്ളിൽ സന്തോഷിച്ച് പുറമെ സങ്കടം അഭിനയിച്ച് വന്നിരിക്കുന്നു. പടനില ഗ്രൂപ്പിന്റെ റീത്ത് ഇതെടുത്ത് അവന്റെ മുഖത്തേക്ക് എറിയാനാ തോന്നേ. പക്ഷേങ്കില് അതിന് അബിയുടെ അത് അനുവദിച്ചില്ല. കാരണം അബിയുടെ അഭിമാനം അനുവദിച്ചില്ല. വീട്ടിൽ വന്ന് കയറുന്ന വ്യക്തികളുടെ മര്യാദയോടെ മാന്യതയോടെ പെരുമാറാനാണ് സൂര്യനാരായണൻ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം അബി കടിച്ചു പിടിച്ചു നിന്നു. കാരണം ഇതിനൊക്കെ ശേഷം ഒരു സമയം തനിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവളുടെ അച്ഛനായിപ്പോയി, അല്ലെങ്കിൽ ഇവളെ കാണിച്ചു കൊടുക്കായിരുന്നു, ജാനകിയുടെ അച്ഛനാ. പക്ഷെ നീ ഒരിക്കലും അറിയും തമ്പി, നിന്റെ മകളാണ് ജാനകി എന്നുള്ള കാര്യം. ഇതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കട്ടക്കലിപ്പോട് കൂടിയിട്ട് അബി തമ്പിനെ നോക്കണം. തമ്പിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ അബീനെ നോക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതാ എന്നുള്ളൊരു മട്ടിലായിരുന്നു. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് അവിടെ ജാനകി ഇരിക്കുന്നുണ്ട്. ജാനകിയുടെ അടുത്തേക്ക് പൊന്നു വന്നു. പൊന്നു വന്നിട്ട് പറഞ്ഞു, എന്താ അമ്മേ, ഞാൻ വിളിച്ചിട്ട് എന്താ അതെ എഴുന്നേക്കാൻ, അച്ഛനെ എഴുന്നേക്കാത്ത എന്താന്ന് ചോദിക്കണം. അത് പിന്നെ മോളെ, അതെ അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ വിളിക്കുക, അമ്മ വിളിച്ചാൽ എഴുന്നേക്കും, ഞാൻ വിളിച്ചിട്ട് എഴുന്നേറ്റില്ലേലും അതെ അച്ഛനെ അമ്മ വിളിച്ചാൽ എഴുന്നേക്കും എന്ന് പറയാം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, ഇനി നമ്മൾ ആരും വിളിച്ചാൽ അച്ഛനെ എഴുന്നേക്കില്ലെന്ന് പറയാം. അതെന്താ എഴുന്നേക്കാത്തെ, അതങ്ങനെയാ, ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് പറയണം. ഇത് കേട്ടോ പൊന്നൂസിന് വിഷമായി. അത് പറ്റില്ല, അച്ഛനെ എഴുന്നേക്കണം, എനിക്ക് അച്ഛനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നു ശാഠ്യം പിടിക്കുകയാണ്. അപ്പോഴേക്കും പൊന്നുവിനെ വന്ന് അമൃത അങ്ങോട്ട് കയ്യെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ്. വേണ്ട, എന്നെ ഇവിടെ നിർത്തിയാൽ മതി എന്നൊക്കെ പറയണം. വേണ്ട, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അമൃതയ്ക്കൊക്കെ നല്ല വിഷമമായിരുന്നു. കാരണം അവസാനമായിട്ട് ജീവനോട് ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ആ ഒരു സങ്കടമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷപൂർണ്ണ അമൃതയൊക്കെ പോയത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ. ഈ സമയം ഉണ്ണിത്താൻ വക്കീലിന്റെ അടുത്തേക്ക് നിരഞ്ജന വരുവാണ്. നിരഞ്ജന വന്നിട്ട് പറഞ്ഞു, അച്ഛനും ഇങ്ങോട്ടേക്ക് വന്നേ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്ത് കാര്യം, അത് ഇച്ചിരി രഹസ്യമാന്ന് പറയണം. അങ്ങനെ കൂടെ മാറ്റിക്കൊണ്ടുപോയി. എന്താ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. അത് പിന്നെ ഇന്നലെ രാത്രിയിലുണ്ടല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്ത്, അച്ഛന്റെ മുറിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒത്തിരി പാതിരാത്രിയായ സമയത്ത് അജയ് മുറിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അജയ് തിരിച്ച് വെപ്രാളപ്പെട്ട മുറിയിലേക്ക് കയറി വന്ന് കറ അടിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു അജയുടെ എവിടെ പോയതെന്ന്. അജയ് ഒന്നും മിണ്ടിയൊന്നുമില്ല. പക്ഷെ അച്ഛന്റെ മുറിയിലേക്ക് പോയതെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ആ മുറിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അച്ഛാ, അതെന്താണെന്നറിയില്ല, അത് കണ്ടുപിടിച്ചാൽ മതിയാവണമെന്ന് പറയണം. അപ്പോഴേക്കും ഉണ്ണിത്താന്റെ മനസ്സിലെ വക്കീൽ ബുദ്ധി ഉണർന്നു. ഉണ്ണിത്താൻ ചോദിച്ചു, അല്ല നീ ഒന്നും ചോദിച്ചില്ല മോളെ അവനോട് ചോദിക്കുക. ഞാനൊന്നും ചോദിച്ചാൽ എന്നോട് വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ എന്താ നടന്നിരിക്കുന്നത്, ഒരു പക്ഷെ ഇനിയിപ്പൊ അജയ് എങ്ങനെ തീർത്തായിരിക്കോ സഹിയിട്ട് കഴിഞ്ഞപ്പം. അവൻ തന്നോട് ഇന്ന് പറയുകയും ചെയ്തു 25 കോടി കിട്ടേണ്ടതായിരുന്നു, അത് പോയെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അവൻ ഏതോ ഒരു കാര്യത്തിന് സൂര്യനാരായണനെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് വേണം കരുതാനായിട്ട്. അത് എന്ത് കാര്യത്തിനാണ്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് ചില ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരിക. പിന്നീട് അവളോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ ആരോടും പറയാൻ പോകണ്ട, അറിയാലോ നിന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവിന്റെ ജീവൻ തുലാസിലായി പോകുമെന്ന് പറയണം. ഈ അഭിയങ്ങാനും പറഞ്ഞിട്ടുണ്ടെ പിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല, ഞാൻ ആരോടും തൽക്കാലത്തേക്ക് പറയാൻ പോകുന്നില്ലെന്ന് പറയണം.
പിന്നീട് അജയ് പുറത്തേക്ക് ഇറങ്ങി വരിക. അജയ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടെ സക്കീർ വക്കീൽ നിൽക്കുന്നു കണ്ടു. സക്കീർ വക്കീലിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് സക്കീർ വക്കീൽ പറഞ്ഞു, അതെ സങ്കടപ്പെടുകയൊന്നും വേണ്ട അജയ് എന്നൊക്കെ പറയണേ. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, സങ്കടപ്പെടുകയൊന്നും വേണ്ടെന്ന്. ആർക്ക് സങ്കടം? അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും പോകേണ്ടവർ പോവുക തന്നെ ചെയ്യും. പക്ഷേങ്കിൽ വേറുള്ളവർക്കിട്ട് പാര പണിതിട്ടല്ലേ പോയിക്കെന്ന് ചോദിക്കണം. വേറുള്ളവർക്ക് പാര പണിതിട്ടോ? അല്ല നിനക്ക് എന്താ അജയ് പറ്റിയെന്ന് ചോദിക്കുക. പിന്നെ അങ്ങേര് മരിച്ചു പോകാനുള്ള പോയി. പക്ഷേങ്കിൽ ആ വിൽപത്രം, ആ വിൽപത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ സാധുവാണെങ്കിൽ എത്ര കാലം വേണ്ടി വരുമെന്ന് ചോദിക്കുകയാണ്. അല്ല ജി, മരിച്ചു കിടക്കുന്ന നിന്റെ അച്ഛൻ തന്നെയല്ലേ സക്കീർ വക്കീൽ ചോദിക്കണം. അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ബിൽപത്രത്തിൽ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ അളകാപുരി വീട് ആർക്കാ ഇനിയിപ്പം കിട്ടുന്നത്? അച്ഛന്റെ മരണശേഷം കിട്ടാൻ പോകുന്നത് അബിക്കും ജാനകിക്കും അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സ്ഥാനം ഉണ്ടോ എന്ന് ചോദിക്കാം. എനിക്കാണെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. അപ്പൊ ആ ബിസിനസ്സിന് പണം വേണം. ആ പണം വേണമെങ്കിൽ അതിനുള്ള ഫണ്ട് കണ്ടെത്തണം എന്ന് പറയണം. അതിന് നിനക്ക് ഷെയർ തന്നിട്ടില്ലേ? ആ ഷെയർ വിറ്റോ എന്തെങ്കിലും ചെയ്ത് നിനക്ക് കണ്ടെത്താൻ പറ്റില്ലെന്ന് ചോദിക്കാം. അതെങ്ങനെ വിൽക്കണമെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിലും അതിന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഇനി കുറെ താമസം എടുക്കത്തില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സക്കീർ വക്കീൽ പറഞ്ഞു, സമ്മതിച്ചു തന്നിരിക്കുന്ന അജയ്, ഒരു വശത്ത് നിന്റെ അച്ഛന്റെ ചിത എറിയാൻ പോകുന്ന സമയത്ത് ഇവിടെ മോന് സ്വത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെയൊക്കെയാണ് കണ്ടു പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വക്കീൽ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാലും ഇത്രയ്ക്കൊന്നും സക്കീർ വക്കീൽ പ്രതീക്ഷിച്ചില്ല അജയനെ കുറിച്ച്. ആ സമയം അവസാന ചുംബനം കൊടുക്കാനായിട്ട് പൊന്നു അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പൊന്നു വന്നിട്ട് അവസാന ചുംബനം കൊടുക്കുക. അച്ചച്ച എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എല്ലാവർക്കും സങ്കടമായി. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുവാണ്. പൊന്നൂസിന് അച്ചച്ചൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനായിരുന്നു താനും. അവസാനം വയ്യാതെ വീണ് കിടന്നപ്പോൾ പൊന്നൂസ് കൊണ്ട് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സൂര്യനാരായണന് വേണ്ടി. അതിന് ശേഷമാണ് ആ കൈ പോലും ചെറുതായിട്ടൊന്ന് ചലിക്കാൻ പോലും തുടങ്ങിയത്. അതൊക്കെ ജാനകിക്കും അബിക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അവസാനം സൂര്യനാരായണന്റെ ബോഡി ചിതയിലേക്ക് എടുക്കുവാണ്. ഈ സമയം എല്ലാവരും വാവിട്ട് നിലവിളിച്ചു. അമൃതയൊക്കെ കരഞ്ഞ് തളർന്നു പോവാണ്. ജാനകിക്കും എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഒരിക്കലും അച്ഛനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ജാനകിയാണ് ഏറ്റവും കൂടുതൽ സൂര്യനാരായണന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ മനസ്സിലാണ് അബിയുടെയും ജാനകിയുടെയും മനസ്സിലായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. ഈ പറയുന്ന സുമംഗലയൊക്കെ പുറമേ നിന്ന് കരയുന്നതല്ലാതെ ഉള്ളിൽ വലിയ വിഷമം ഉണ്ടായിട്ടൊന്നും തോന്നില്ല. കാരണം അങ്ങനെ വിഷമമുള്ളായിരുന്നെങ്കിൽ ഒരു നേരമെങ്കിലും സൂര്യനാരായണനെ നോക്കുകയും ചെയ്തേനും. ഇത് അതുപോലും ഇല്ല. ആ മുറിയിലേക്ക് പോലും കയറിയിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ 8ന്റെ പണി കിട്ടിയത് പ്രഭയ്ക്ക. ജീവിച്ചിരുന്ന സമയത്ത് കാല് പിടിച്ച് സൂര്യനാരായണന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് പോയില്ല. പക്ഷെ അവസാനം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സൂര്യനാരായണന്റെ വില എന്താന്ന് മനസ്സിലാവുന്നത്. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ ജീവനോടെ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിൽ വിഷമം ആയ സമയത്ത് അകന്നു കഴിഞ്ഞു. ഓരോന്ന് പറഞ്ഞ് പിണങ്ങിയിരുന്നു. ഇപ്പോഴാണ്ട് കൈവിട്ട് പോയപ്പോഴാണ് കയ്യിലിരുന്ന മാണിക്കുവാണല്ലോ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ്. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ട് പിരിയുകയാണ്. അങ്ങനെ 1-2 ദിവസം കടന്നുപോയി. അത്യാവശ്യം ജാനകിയാണല്ലോ അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായിട്ട് തമ്പി അങ്ങോട്ടേക്ക് വരുന്നത്. തമ്പി അങ്ങോട്ട് ഹാളിലേക്ക് വന്നപ്പോൾ അപർണ അങ്ങോട്ട് എന്നിട്ട് ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കയറ്റിക്കൊണ്ടങ്ങ് ഇരുത്തുവാണ്. പിന്നീട് ഒരു മോളൊരു കാര്യം ചെയ്യുക, ഒരു ഗ്ലാസും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയണേ. എന്തിനാ ഡാഡി? എടുത്തുകൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി അവിടെ നിന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അബി അവിടെ ഇല്ലായിരുന്നു. അബി അമലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മദ്യപിക്കാൻ തുടങ്ങിയ സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി ഈ കാഴ്ച കണ്ടു. ജാനകിക്ക് സഹിച്ചില്ല. കാരണം ഇത്ര പരസ്യമായിട്ട് തമ്പി ഇത്ര ഹുങ്കോട് കൂടി ഇവിടെ കിടന്ന് മദ്യപിക്കണമെങ്കിൽ ജാനകിക്ക് സഹിക്കുന്ന കാര്യമാണ്. ജാനകി വന്നിട്ട് എന്താ നിങ്ങളെ ഇവിടെ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. കണ്ടില്ലേ ഞാൻ മദ്യപിക്കുന്നേ, അതിന് നിങ്ങൾക്ക് ആരാ ഇവിടെ കയറുമെന്ന് ഇങ്ങനെ ചെയ്യുന്നേ? നിങ്ങൾ ഒന്ന് കാര്യം ചെയ്യും, ഒന്നേ മുറി പോയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്ന് മദ്യപിച്ചോണം, ഇവിടെ ഒന്നും പാടില്ലെന്ന് പറയണം. അതൊക്കെ പറയാൻ നീ ആരടി? നിനക്ക് ഇവിടുത്തെ ഒരു വേലക്കാരുടെ ഇതുപോലും ഇല്ലോ, പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ പറയണേ? പിന്നെ ഇതൊക്കെ പറയണമെങ്കിൽ നല്ല തന്തയ്ക്കുണ്ടാവണം. നീ നല്ല തന്തയ്ക്ക് പറഞ്ഞതാണോ? കണ്ടോ എന്റെ മോളെയൊക്കെ കണ്ടുപിടിക്കുക. അവളുടെ അച്ഛനാരെന്ന് അവൾക്കറിയാം, പക്ഷെ നിനക്കത് അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ടതും ജാനകിയുടെ സമനില തെറ്റിപ്പോയി. ജാനകി പറഞ്ഞു, അതെ കൂടുതൽ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനില്ല, പക്ഷെ ഈ വീട്ടിൽ നിന്ന് മദ്യപിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഇത് അബിയുടെയും ജാനകിയുടെയും വീടാന്ന് പറയണം. ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല തമ്പി. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ളൂ. കടന്നു പോടോ ഇവിടുന്ന് പറയണം. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അപർണ, നീ എന്താ പറഞ്ഞേ? നിനക്ക് എന്താ മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ നിന്റെ ഡാഡിനെ പറഞ്ഞു തിരുത്തേണ്ട ആള് നീയായിരുന്നു, നീ പറഞ്ഞില്ല. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഞാൻ പറയുന്നേ, ഇനി ഇറങ്ങിപ്പോയില്ലെങ്കിൽ കർണത്തടി ഞാൻ തരുമെന്ന് പറയാം. തമ്പിക്ക് തോന്നി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമെന്നുള്ള കാര്യം. അങ്ങനെ അവസാനം തമ്പി നാണം കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഈ സമയം അപർണ പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വെടുത്തിലടി എന്ന് പറയണം. നീ എന്ത് ചെയ്യാനാ? അടങ്ങി ഒതുങ്ങി കഴിയുവാണെങ്കിൽ നിനക്കൊക്കെ കൊള്ളാം, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അകത്തേക്ക് കയറി പോവാം. പിന്നീട് അബി വന്നതിന് ശേഷം ജാനകി കാര്യങ്ങളൊക്കെ പറയണം. അബി പറഞ്ഞു, എന്താണ് നീ അങ്ങനെയൊക്കെ ചെയ്തും പറഞ്ഞൊക്കെ നന്നായി. ഒരു കാരണവശാലും അയാളെ
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നൊക്കെ പറയാണ്. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേന് അഭി പതുക്കെ സൂര്യനാരായണന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. സൂര്യനാരായണന്റെ മുറിയിൽ കയറി കഥ അടച്ചു. കഥ അടച്ചിട്ട് അവിടെ പോയി ജാനകിയുടെ അമ്മേനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നൊക്കെ തപ്പുവാണ്. ഈ സമയം ജാനകി അത് ശ്രദ്ധിച്ചു. അഭിയേട്ടൻ എന്തിനായിരിക്കും ആ മുറിക്കകത്തേക്ക് പോയി കഥ അടച്ചേ എന്നൊക്കെ ചിന്തിക്കുവാണ്. പിന്നീട് ആ രേഖകളൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭി കഥ തുറന്ന് പുറത്തിറങ്ങിയ ആരെല്ലാം കാണുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷെ ജാനകി ശ്രദ്ധിച്ച കാര്യമൊന്നും അഭി അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് സംശയമായി. ജാനകി പിന്നീട് അഭി പുറത്തു വരാൻ കാത്തിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭിയോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അല്ല അഭിയേട്ടാ, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അഭിയേട്ടൻ എന്തെടുക്കുമായിരുന്നു ആ മുറിക്കകത്ത് പോയി കഥ അടച്ചെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കള്ളത്തരമുണ്ട്, എനിക്കറിയാം, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാന്ന് പറയാണ്. പക്ഷെങ്കിൽ അത് പറയാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞ് അഭി ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ. അങ്ങനെ അവസാനം അഭി എന്ത് ചെയ്യുവാണ്, ഒരു കാര്യം തീരുമാനിച്ചു. സക്കീർ വക്കീലിനോട് ഇന്ന് ചോദിച്ചു നോക്കണം. വക്കീലിനറിയാം, മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു അച്ഛൻ്റെ. ഒരു പക്ഷേങ്കിൽ ജാനകിയുടെ അമ്മയുണ്ടോ ഇപ്പൊ മരിച്ചു പോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ, രാധാമണി വാരിസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അവസാനം ഒടുവിൽ ആ ചോദ്യം ചോദിക്കുകയാണ്. സത്യം പറ വക്കീലെ, എന്നോട് കള്ളം പറയരുത്. ജാനകിയുടെ അമ്മ എവിടെയുണ്ട്? അമ്മേനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അവരുടെ ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വക്കീലിന് അറിയാന്നറിയാം. വക്കീൽ അച്ഛൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ആയിരുന്നല്ലോ. അതുകൊണ്ട് വക്കീലിന് അറിയാന്ന് പറയണം. വക്കീലിനോട് കള്ളത്തരം പറഞ്ഞ് മറച്ചു വെക്കാൻ ശ്രമിക്കരുതെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീലിന് എന്ത് ചെയ്യണം, അല്ല എങ്ങനെ മറുപടി പറയാനെന്ന് അറിയാത്ത അവസ്ഥ നിൽക്കുക. അവസാനം വക്കീൽ ആ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുവാണ്. ജാനകിയുടെ അമ്മ എവിടെയുണ്ടെന്നുള്ള ആ സത്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മുടങ്ങാതെ വീഡിയോസ് പ്രൊമോ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ മെയിൻ ചാനലിനകത്ത് ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഡെയിലി സ്റ്റോറിക്കകത്തായിരിക്കും ഇടുന്നത് കേട്ടോ. 2-3 ദിവസത്തേന് നമ്മുടെ മെയിൻ ചാനലിനകത്തായിരിക്കും എല്ലാ വിശേഷങ്ങളും ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നത്.